ഇതാണ് സംഭവിച്ചത്. ഇതാണ് അവരുടെ ഐഡിയ ഇതായിരുന്നു. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ മേഘ. നമസ്കാരം. നമ്മുടെ മേഘ നായർ എന്നാണ് ഇപ്പൊ പേര് മാറ്റിയിട്ടുണ്ട്. അഖിൽ NRDയുടെ വൈഫ്. ഇപ്പോഴും ഡൈവോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് വോയിസുകളൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട് അവരുടെ സംബന്ധിക്കുന്ന. മേഘ ഇതുപോലെ അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണെന്നും 3-4 ദിവസമേ അനൂപിന്റെ കൂടെ താമസിച്ചുള്ളെന്നും ഇനി വരും സമയങ്ങളിൽ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നും ഡൈവോഴ്സിന് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. ഇതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഇവരുടെ സുഹൃത്തായ എന്ന് വെച്ചാൽ കുടുംബ സുഹൃത്തായ ഒരാളുടെ വോയിസ് ഒക്കെ വെളിയിൽ വന്നിരുന്നു. ഇപ്പൊ അതാണ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പം മേഘ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടി അല്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അത് എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുമുണ്ട്. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്തെന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അത് ആരും വിശ്വസിക്കണ്ട. മനസ്സിലായല്ലോ? ആ പറഞ്ഞ വോയിസുകളൊന്നും ആരും വിശ്വസിക്കണ്ട. അതെല്ലാം കള്ളത്തരമാണ്. വിശ്വസിക്കാൻ ചെയ്തത് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. പിന്നെ ഞാൻ ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാനൊന്നുമല്ല, മുറുക്ക പിടിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരാളുടെ ഇറങ്ങി വന്നത് ഇട്ടിട്ട് പോകാനല്ലെന്ന്. 4 പേരറിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് വീട്ടുകാര്. അവിടുന്ന് ഇറങ്ങിപ്പോയി, ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ഞാനാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും അല്ല ഞാനാണെങ്കിൽ ഇറങ്ങി വന്നത്. ഞാൻ ഇട്ടിട്ടൊന്നും പോത്തില്ല. ഞാൻ ഒരു ദിവസമേ എന്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിട്ട ഫോട്ടോയാണ് അതെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടായിരുന്നു വീട്ടിൽ. അത് പറയാൻ വേണ്ടി വന്നതാണെന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ നിങ്ങൾ ഇടണം കേട്ടോ. എന്തായാലും ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഇട്ടിരുന്ന പോസ്റ്റ് കാണുന്നില്ല. ഇനി അത് ഡിലീറ്റ് ചെയ്ത് കാണും. കമന്റ് ഒക്കെ ഒരുപാട് വന്ന് കാണും. അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതായിരിക്കും. എന്നാൽ ഇതിന് താഴെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. നല്ല രസമുണ്ട് കേൾക്കാൻ. മേഘയെ പുകഴ്ത്തി പറയുന്ന ഒരുപാട് കമന്റുകളുണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്തു പോലും, എന്നാൽ പിന്നെ ഡിവോഴ്സ് ചെയ്താൽ പോരെ? നൈറ്റ് ഇട്ട് രാത്രി ഓടിപ്പോകണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അവിടെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആരോടും പോയി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരെല്ലാം പറയുന്ന കള്ളത്തരമാണ്, എന്നെ മാത്രം വിശ്വസിക്കുന്ന രീതിയിലാണല്ലോ പറഞ്ഞത്. ഇപ്പോഴാണ് അവിടെ പുച്ഛത്തിന്റെ രീതിയിൽ തന്നെയാണ് ഇവിടെ കമന്റ് വന്നിരിക്കുന്നത്. എഗ്രിമെന്റ് സൈൻ ചെയ്തു പോലും, എന്നാൽ പിന്നെ ഡിവോഴ്സ് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പറയുന്നുണ്ട് എനിക്ക് എന്റേതായ കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് കാരണവും ആയിക്കോട്ടെ, ഏത് ലെവലിലുള്ള കാരണവും ആയിക്കോട്ടെ, പക്ഷെ ഈ കാണിച്ചതിനോട് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി അതിനകത്ത് ഇനി നന്മോളികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓടിപ്പോക്കിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മാന്യമായിട്ട് നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നേരെ പോയി വീട്ടിൽ പറയുക. ഇന്ന് പോയി പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയല്ലോ, എനിക്ക് എന്റേതായ കാരണങ്ങൾ ബോധിപ്പിക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അത് കുറച്ച് മുന്നേ ചെയ്തുകൂടായിരുന്നോ? എനിക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഡൈവോഴ്സ് വേണം എന്ന് പറഞ്ഞാൽ പോരെ? ഇന്ന് ബോധിപ്പിക്കാൻ പോയ കാര്യങ്ങൾ, ഇന്നലെ ബോധിപ്പിക്കാൻ പോയ കാര്യങ്ങൾ അത് നേരത്തെ അങ്ങ് ബോധിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ആയാൽ പോരെ, ഒളിച്ചോർണോ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിച്ചത് ഒഴിവാക്കാനാണ്. വേണ്ടെങ്കിൽ മാന്യമായി ഡിവോഴ്സ് ചെയ്തു പോകണമായിരുന്നു. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമായിരുന്നു. ഇതിപ്പം എനിവേ ഹാപ്പി മാരീഡ് ലൈഫ്, കല്യാണം കഴിച്ചോ, പിക്കിടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒളിച്ചോടി വന്നത് ഒഴിവാക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചത് ഒഴിവാക്കാനാണ്. വേണ്ടെങ്കിൽ മാന്യമായി ഡൈവോഴ്സ് ചെയ്തു പോകണം. അതാണ് ആ പറയുന്നത്. എന്ത് കൃത്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി നിന്നേനെന്ന്. അത് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സ് ചെയ്തിട്ട് പോയിരുന്നെങ്കിൽ എല്ലാവരും ഓക്കെ, അത് മാന്യമായിട്ട് അവർ പറഞ്ഞു, അവർക്ക് ഇഷ്ടമില്ലായിരുന്നു, രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഡൈവോഴ്സ് ചെയ്ത് പോയി. അവർക്ക് അവരവരുടേതായ ജീവിതം, ഇത്രയും പബ്ലിസിറ്റി ഒന്നും ആവത്തില്ലായിരുന്നു. അത് ആ രീതിക്ക് അങ്ങ് പോയേനെ. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വാക്ക് എന്താണെന്ന് അറിയാമോ? ഞാൻ ഓടി വന്നത് ഞാൻ ഇട്ടിട്ട് പോകാനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിച്ചവനെ ഇട്ടിട്ട് പോകാം. ഒളിച്ചോടി പോയ ആളിനെ ഞാൻ കൈവിടത്തില്ല. ഇത് എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കമന്റ് ഉണ്ട്: ഈ പെണ്ണ് ഒരിക്കലും വിചാരിച്ചു കാണില്ല എന്റെ ഒളിച്ചോട്ടം ഇന്റർനാഷണൽ ലെവലിൽ എത്തുമെന്ന്. എന്തായാലും ലോകം അറിഞ്ഞു. ചോറും മീനും എന്ന് പറയുന്ന പോലെ ലോകം അറിയുന്ന ഒളിച്ചോട്ടമായി ഇത്. ഓക്കെ, അത് തന്നെ. ഇത് തമിഴ്, ഞാൻ നോക്കിയപ്പോൾ തമിഴ് ചാനലൊക്കെ ഇത് പറയുന്നുണ്ട്. ഈ ഒളിച്ചോട്ടത്തെ പറ്റി തമിഴ് ചാനലിലൊക്കെ സംസാരിക്കുന്നുണ്ട്.
മിക്കവാറും എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇത്രയും ഒരു പ്രശ്നമാകുമെന്ന് ഈ പറയുന്ന മേഘ വിചാരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഡോണ്ട് റിപ്പീറ്റ് അഗെയിൻ. ഇപ്പൊ CCTV വിഷ്വൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഏത് കണ്ടാലും പെട്ടെന്ന് നിങ്ങളെയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ഇട്ടേരെ, നിങ്ങൾ പാൻ ഇന്ത്യൻ സെലിബ്രിറ്റി ആയി എന്ന് വെച്ചാൽ ഈ ഒരു വിശദീകരണം എല്ലാ ഭാഷയിലും അങ്ങ് തർജ്ജമ ചെയ്തിട്ടേക്കാം. എന്ന് വെച്ചാൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അടുത്ത കമന്റ്. എന്നാൽ നിങ്ങൾക്ക് പരസ്പര ബന്ധം വേർപ്പെടുത്തിക്കൊണ്ട് അനൂപിന്റെ കൂടെ പോകായിരുന്നല്ലോ, ഒരാളെ അങ്ങേയറ്റം നാണം കെടുത്തിക്കൊണ്ട് പോകണ്ടായിരുന്നു എന്ന് വെച്ചാൽ കമന്റ് ബോക്സ് മൊത്തം എതിരാണ്. കമന്റ് ബോക്സിൽ ഓരോരുത്തർ വന്ന് കറക്റ്റായിട്ട് അവർ മാന്യമായ കമന്റുകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ വൾഗർ അല്ലാത്ത കമന്റുകളാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതും കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടാണ്. എന്നാലും ഈ പോസ്റ്റ് ഇടാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. എനിക്ക് നെഗറ്റീവ് വന്നാലും കുഴപ്പമില്ല, പോസിറ്റീവ് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പോസ്റ്റ് ഇടാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വോയിസ് വെളി വന്നതാണ്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാനല്ല, എന്തൊരു ആത്മാർത്ഥത, നമിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെടാത്ത വാക്ക് തന്നെ അതാണ്. എന്നുവെച്ചാൽ ഒരാളുടെ കൂടെ ഇറങ്ങി വന്നു, ഒരാളെ കളഞ്ഞിട്ട് മറ്റൊരുത്തിനും കൂടെ ഇറങ്ങിപ്പോയിട്ട് ഞാൻ അവനെ കളയാനല്ല ഞാൻ ഇറങ്ങിപ്പോയതെന്ന് പറയുന്നത് നമിച്ചു എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. നമിച്ചിരിക്കുന്നു, വേറൊന്നും പറയാനില്ല. നിങ്ങൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ കാണും, ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങൾക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ അതിനെ മാന്യമായിട്ട് കൈകാര്യം ചെയ്ത് ഡൈവോഴ്സ് വാങ്ങിയിട്ട് കൃത്യം പോയെങ്കിൽ പോകണമായിരുന്നു. അത് തന്നെയാണ് ന്യായം. നിങ്ങളുടെ കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, അവരോടൊക്കെ സംസാരിക്കാം, എനിക്ക് ഇങ്ങനത്തെ ഒരു ബന്ധം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മാന്യമായ രീതിയിൽ പോകാമായിരുന്നു. ഇതിപ്പോ ഒരാളെ നാണം കെടുത്തി, അഖിലെന്ന് പറയുന്ന ആ ഒരാളെ നാണം കെടുത്തിക്കൊണ്ടാണ് ഈ പോയിരിക്കുന്നത്. പോയ ആൾക്ക് ഒരു കുഴപ്പമില്ല, നാണവും ഇല്ല, ഒന്നുമില്ല. നോക്കി ഫോട്ടോ ഇടുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പോയത് ആർക്കാണ്? ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അഖിലിനാണ് നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ അഖിലാണ് സെലിബ്രിറ്റി. അഖിലിനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഈ പുള്ളിക്കാരി എല്ലാവരും അറിയാൻ തുടങ്ങിയത്. അല്ലാതെ ഈ പുള്ളിക്കാരി വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല. അഖില് നാണം കെട്ടോട്ടെ, അഖില് നാണം കെട്ടതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലാണ്. ചേച്ചി അനൂപ ചേട്ടനുമായിട്ട് ഒരു പോസ്റ്റ് ഇട്, പൊളിക്കും. ഇതിലൊന്നും കാര്യമില്ല. എല്ലാം ഉണ്ടായിരുന്നിട്ടും നീ ഒരാളുടെ ലൈഫ് കളഞ്ഞിട്ട് വളരെ മോശം, നീ അതിനുള്ളത് അനുഭവിക്കും എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ എല്ലാം ഉണ്ടായിരുന്നു, നീ ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടാണ് നീ പോയിരിക്കുന്നത്, അതുകൊണ്ട് നീ ശരിക്കും അനുഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ആ ചെറുക്കനെ മൂഞ്ചിച്ചു, മേൽപ്പറഞ്ഞ കാരണത്താൽ കേരളത്തിൽ നാളെ ശനിയാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ്. പിന്നെ ഒരാളുടെ കൂടെ ഇറങ്ങി വന്ന് അയാളെ ഒഴിവാക്കാനല്ലെന്ന് പോലും. ഇതെന്ത് തേങ്ങ? ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡ് തമിഴ്, പ്ലീസ് ട്രാൻസ്ലേറ്റ് എനിവൺ എന്ന് വേറൊരാൾട്ടേക്കുന്നത്. തമിഴനാണ്, പുള്ളിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാനാണ് പറയുന്നത്. എന്തിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തങ്ങ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വല്ല AI ഇട്ട് ചാറ്റ് GPT ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരുമല്ലോ. ഓക്കെ, ആദ്യം പറഞ്ഞില്ല, ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ഡൈവോഴ്സ് ചെയ്താൽ മതിയെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് താഴെ വന്ന കുറച്ച് കമന്റ് ഉണ്ട്. പിന്നെ നൈറ്റ് ഇടാതെ ഓടി പോകണമായിരുന്നോ ഹേ എന്ന് ചോദിക്കുന്നുണ്ട്. സ്നേഹം പരക്കട്ടെ, അവരടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. ഡൈവോഴ്സ് ചെയ്തിട്ട് പോയാൽ പോരായിരുന്നു ചോദിക്കുമ്പോൾ അതിലൊരു ത്രില്ലില്ലെന്ന് വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറെ പേര് വന്നിട്ട് അവർ സ്നേഹിക്കട്ടെ, അവർ ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നോട്ടഡ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. നോട്ട് ചെയ്തിട്ടുണ്ട്, ഇനി വേല ഇത് ആവർത്തിക്കരുതെന്ന്. കാരണം അവിടുന്ന് ഇനി ഓടിപ്പോയേക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കമന്റ് ബോക്സ് മൊത്തവും എതിരാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ പറയുന്നത് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് അവരെന്ത് എഗ്രിമെന്റും ആയിക്കോട്ടെ, അവരുടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒളിച്ചോടി പോയി, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എഗ്രിമെന്റ് എന്തും വെച്ചോട്ടെ, ഇവർ രണ്ടുപേരും വന്ന് വെളിയിൽ പറയണ്ട എന്താ സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഈ മേഖലയെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ അല്ലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടത്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, വീട്ടിൽ നിന്ന് ഈ എന്തിനാ ഒളിച്ചോടി ഒരുത്തിന്റെ കൂടെ പോകുന്നത്? നീ നിന്റെ വീട്ടിലോട്ട് പോകാമല്ലോ, ഒരു ടാക്സി പിടിച്ചു പോകാമല്ലോ, വീട്ടിൽ പോകാമല്ലോ, വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയാമല്ലോ, അവര് തീരുമാനം ഉണ്ടാക്കുമല്ലോ. നിനക്ക് അങ്ങനെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ ഡൈവോഴ്സ് വാങ്ങിച്ചു തരത്തില്ലേ? ഈ സംഭവിച്ചത് എന്താണെന്ന് എനിക്കിപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഈ പറയുന്ന ബസ് ഡ്രൈവറെ, ഈ അനൂപ് എന്ന് പറയുന്ന ബസ് ഡ്രൈവറെ എനിക്ക് തോന്നുന്നു ഈ മേഘയുടെ വീട്ടുകാർ സ്വീകരിക്കത്തില്ല എന്നൊരു തോന്നൽ മേഘയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതിനാണ് അഖിലിനെ അവിടെ കരുവാക്കിയത്. കാരണം മറ്റൊന്നുമല്ല, അഖിലിന്റെ അവിടുന്ന് ഓടി ഈ പറയുന്ന അനൂപിന്റെ കൂടെ പൊക്കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ, ഇന്നലെ കഴിഞ്ഞ ദിവസം പോയിരുന്നല്ലോ, അപ്പൊ പിന്നീട് വീട്ടിൽ പൊക്കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കാം എന്നുള്ള രീതിയിലായിരിക്കാം ചിന്തിച്ചത്. എന്ന് വെച്ചാൽ ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ വീട്ടുകാർ സ്വീകരിക്കത്തില്ല എന്നുള്ളത് 100% ഡൈവോഴ്സ് ചെയ്തെന്നിരിക്കട്ടെ. ഇപ്പൊ അഖിലിനെ ഡൈവോഴ്സ് ചെയ്താലും ഈ പറഞ്ഞ അനൂപിന് കെട്ടിച്ചു കൊടുക്കുമെന്ന് ഈ പറഞ്ഞ മേഘയ്ക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അതിനാണ് മേഘ ഒരു മുഴം മുന്നേ എറിഞ്ഞത്. അതിൽ ജീവിതം സ്പോയിലായത് ആരുടെയാണ്? ഈ പറയുന്ന അഖിലിന്റെയാണ്. അഖിലിന്റെ അവിടുന്ന് നേരെ അനൂപിലേക്ക് പോകുന്നു. അനൂപിൽ നിന്ന് നേരെ ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നു, കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു, തിരിച്ച് അനൂപിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് അവരുടെ ഐഡിയ, ഇതായിരുന്നു. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ മേഘ. കൊള്ളാം.
ഒരുത്തന്റെ ജീവിതം തകർത്തിട്ട് ഞാൻ ഇനി ഉള്ള ആളുടെ കൂടെ ഞാൻ ജീവിക്കാൻ പോവുകയാണ്, ഈ കൈ ഞാൻ വിടില്ല, ഞാൻ ഇറങ്ങി വന്നത് ഈ കൈ വിട്ടു പോകാനല്ല എന്നുള്ള രീതിയിൽ സ്റ്റോറി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പോയത് പോയി, വന്നത് വന്നു. പക്ഷെ ആ ചെറുക്കന് പറ്റിയ ആ മാനക്കേടുണ്ടല്ലോ, ആ മാനക്കേട് ഒരു ഒന്നൊന്നരയായിപ്പോയി. ഒന്നൊന്നര മാനക്കേട് ഉണ്ടാക്കിയിട്ടാണ് ഈ പോയേക്കുന്നത്. എന്നിട്ടും ഈ മേഘയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട്, കുറെ നന്മയോളികളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവര് നന്മ ആഗ്രഹിക്കുന്നവരാ. ഓടിപ്പോയാൽ എന്താ, അവള് പോയാൽ എന്താണ്, അവള് ജീവിക്കട്ടെ, അവള് സന്തോഷിക്കട്ടെ, ഇവനൊരു ഇഷ്ടമില്ലായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ പറയാം, അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവന്റെയൊക്കെ വീട്ടിലൊക്കെ വരണം, അപ്പോഴേ അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ 1 മണിക്കൂർ മുന്നേ ഇട്ട സ്റ്റോറിയാണ്. ഓക്കെ, ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല, എന്നാലും ഞാൻ ഇവിടെ വെച്ചേക്കാം. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.